വല്യേട്ടാ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വല്യേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ. അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വല്യേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വല്യേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ ഞാൻ പറയണേ. അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്തെ? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വല്യേട്ടൻ. എന്റെ കണ്ണടയണ വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വല്യേട്ടൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം.